ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എന്താണ്, 1918 തുടങ്ങുന്നുണ്ട്. 1918 എന്താണ്, TK മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാവുന്നുണ്ട്. അതിന് തൊട്ടടുത്ത വർഷം 1919 ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ശ്രീമൂലം പ്രജാസഭയിൽ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും ഈ ഹൈന്ദവ മതത്തിൽപ്പെട്ട എല്ലാ വിഭാഗക്കാർക്കും തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതേ ഒരു കൺസെപ്റ്റ് തന്നെ 1925 N കുമാരൻ എന്താണ് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ്, വൈക്കം ക്ഷേത്രനിരത്തുകൾ ഉൾപ്പെടെ തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എന്താണ് തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടായി. എന്നാൽ അതും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ 1928 വരുന്നത്. 1928 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രനിരത്തുകളും എന്താണ് എല്ലാ വിഭാഗക്കാർക്കും തുറന്നു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വിളംബരം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അത് പൂരാടം തിരുനാൾ റാണി സേതു ലക്ഷ്മിബായിയാണ് പുറപ്പെടുവിക്കുന്നത്. അപ്പം ഈ ഒരു വിളംബരത്തിലൂടെ ഒരിക്കലും എന്താണ് ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല, മറിച്ച് ക്ഷേത്രത്തിനോട് തൊട്ടടുത്ത് കിടക്കുന്ന വഴികൾ, അതായത് ക്ഷേത്രനിരത്തുകൾ ഉണ്ടാവല്ലോ, അതിലൂടെ എല്ലാവർക്കും സഞ്ചരിക്കാം എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നീട് 1936 നവംബർ 12 കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മലയാള മാസം 1112 തുലാം 27 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുകയാണ്. ഇതുവഴി എന്താണ്, തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ ഹിന്ദുസിനും തുറന്നു കൊടുക്കാം എന്നുള്ള ഒരു ഇത് വരികയാണ്. അതായത് അങ്ങനെ എല്ലാവർക്കും പ്രവേശനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കുന്നത് ഉള്ളൂർ എസ് പരമേശ്വരനാണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്നാണ് നമ്മൾ ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ മറ്റ് ആളുകൾ പറഞ്ഞിട്ടുള്ള കോട്ടുകളിലേക്കാണ് പോകുന്നത്. ഗാന്ധിജി പറയുന്നത് എന്താണ്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കോട്ടാണ്, ജനങ്ങളുടെ ആധ്യാത്മിക വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി. ഇനി TK വേലുപ്പിള്ളയിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്നാണ്. ശ്രീ രാജഗോപാലാചാരിയിലേക്ക് വരുമ്പം അദ്ദേഹം പറയുന്നത് തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്നാണ് ഈ ഒരു ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിക്കുന്നത്. ഇനി കൊച്ചിയിൽ നമ്മൾ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് എന്നാണെന്ന് നോക്കുകയാണെങ്കിൽ 1947 ഡിസംബർ 20 ഇനി മദ്രാസിലേക്ക് വരികയാണെങ്കിൽ മദ്രാസിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തുന്നത് 1947 ജൂൺ 2 എന്തുകൊണ്ടാണ് നമ്മൾ മദ്രാസ് ക്ഷേത്രപ്രവേശന വിളംബരം പഠിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലബാർ എന്തായിരുന്നു, മദ്രാസ് പ്രൊവിൻസിൻ്റെ കീഴിലായിരുന്നു. ഇത്രയാണ് നമ്മൾ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശനം എന്നുള്ള ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത്.